ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീടുകളിൽ ഒരു ഗൾഫ് പ്രവാസി ഉണ്ടാവും. നമ്മുടെ വീടുകളിലില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെങ്കിലും ഉണ്ടാവും എന്നുള്ള കാര്യം തീർച്ചയാണ്. ഇത് പറയാൻ കാരണം മറ്റൊന്നുമില്ല, നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന വിദേശ രാജ്യമാണ് ഗൾഫ് രാജ്യങ്ങൾ. ഈ ഗൾഫ് എന്ന് പറയുന്നത് ഒരു രാജ്യമല്ല, മറിച്ച് ഒരു 6 അറബ് രാജ്യങ്ങൾ ചേർന്നിട്ടുള്ള ഒന്നിനെയാണ് ഗൾഫ് എന്ന് പറയുക. സൗദി അറേബ്യ, അതുപോലെ തന്നെ UAE, കുവൈറ്റ്, ബഹ്റൈൻ, ഒമാൻ, ഖത്തർ. ഈ പറഞ്ഞ 6 രാജ്യങ്ങളിലും മലയാളികളുടെ സാന്നിധ്യം ഒരുപാടുണ്ട്. ഏത് മുക്കിലും മൂലയിൽ പോയാലും മലയാളികളുണ്ടാവും. അപ്പോൾ ഇത്രയും വലിയ മലയാളി സാന്നിധ്യം ഈ രാജ്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഒട്ടുമിക്ക ആളുകൾക്കും അറിയില്ല ഈ രാജ്യങ്ങളിൽ ഏറ്റവും വലിയ രാജ്യം ഏതാണെന്നും ഏറ്റവും ചെറിയ രാജ്യം ഏതാണെന്നും. അതായത് ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും വലിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴും ഒട്ടുമിക്ക മലയാളികൾക്കും അറിയില്ല. അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും ചെറിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാലും ഒട്ടുമിക്ക ആളുകൾക്ക് അറിയില്ല. അപ്പോൾ ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം മറ്റൊന്നല്ല, GCC കൺട്രീസിൽ ഏറ്റവും വലിയ രാജ്യം ഏതാണെന്നും അതുപോലെ തന്നെ ഏറ്റവും ചെറിയ രാജ്യം ഏതാണെന്നും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പെട്ടെന്ന് പറഞ്ഞുതരാം. ഞാൻ ആദ്യം പറയുക ഏറ്റവും ചെറിയ രാജ്യമായ 6ാമത്തെ രാജ്യത്തെ തൊട്ടിട്ടാണ്. അതിനുശേഷം നമ്മൾ ഏറ്റവും അവസാനമാണ് 1ാമത്തെ ഏറ്റവും വലിയ രാജ്യം ഏതാണെന്ന് പറയുക. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ടതിന് ശേഷം ഈ പറയുന്ന രാജ്യങ്ങളിൽ ഇരുന്ന് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ നിന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് പോകാം. നമ്മൾ ഈ പട്ടികയിൽ 6ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണെന്ന് നോക്കാൻ പോവുകയാണ്. അതായത് ഏറ്റവും ചെറിയ GCC കൺട്രി ഏതാണെന്നാണ് പറയാൻ പോകുന്നത്. അത് പവിഴദ്വീപ് എന്നറിയപ്പെടുന്ന ബഹ്റൈനാണ്. ബഹ്റൈൻ്റെ ആകെ മൊത്തം വിസ്തീർണം എന്ന് പറയുന്നത് 760 കിലോമീറ്റർ ചതുരശ്ര വിസ്തീർണമാണ്. ഇനി നമ്മൾ ഈ പട്ടികയിൽ 5ാം സ്ഥാനത്തുള്ള രാജ്യം നോക്കാൻ പോവുകയാണ്. അത് ഈ പട്ടികയിൽ ഏറ്റവും സമ്പന്നമായിട്ടുള്ള രാജ്യമാണ്. അത് നമ്മുടെ ഖത്തറാണ്. ഖത്തറിൻ്റെ ആകെ മൊത്തം വിസ്തീർണം എന്ന് പറയുന്നത് 11,571 ഇനി നമ്മൾ 4ാം സ്ഥാനത്തുള്ള രാജ്യം നോക്കാം. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മൂല്യമുള്ള കറൻസി ഉള്ള രാജ്യമാണ് കുവൈറ്റ്. അതാണ് ഈ പട്ടികയിൽ 4ാം സ്ഥാനത്തുള്ളത്. കുവൈറ്റിന്റെ ആകെ മൊത്തം വിസ്തീർണം എന്ന് പറയുന്നത് 17,820 കിലോമീറ്റർ ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പട്ടികയിൽ 3ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണെന്നാണ്. അത് നമ്മുടെ മലയാളികൾ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന രാജ്യമായ UAE, അതായത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ്. ഇതിന്റെ ആകെ മൊത്തം വിസ്തീർണം എന്ന് പറയുന്നത് 83,600 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പട്ടികയിൽ 2ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണെന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിന്റെ അതേപോലെ കോപ്പിയുള്ളൊരു സ്ഥലമാണ് സലാല. ആ സലാല സ്ഥിതി ചെയ്യുന്ന ഒമാൻ എന്ന രാജ്യമാണ് ഈ പട്ടികയിൽ 2ാം സ്ഥാനത്തുള്ളത്. അതിന്റെ ആകെ മൊത്തം വിസ്തീർണം എന്ന് പറയുന്നത് 3,09,500 കിലോമീറ്റർ ആണ് ഒമാന്റെ ആകെ ചതുരശ്ര കിലോമീറ്റർ. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഈ പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണെന്നാണ്. നമ്മൾ ഓൾറെഡി 5 രാജ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയാത്ത ഒരു രാജ്യമായിരിക്കും ഈ പട്ടികയിൽ 1ാം സ്ഥാനത്ത്. എല്ലാവർക്കും ആ രാജ്യത്തിന്റെ പേര് പിടികിട്ടിയിട്ടുണ്ടാവും. സൗദി അറേബ്യ, അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സൗദി അറേബ്യയാണ് ഈ പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ളത്. സൗദി അറേബ്യയുടെ ആകെ മൊത്തം വിസ്തീർണം എന്ന് പറയുന്നത് 21,49,700 കിലോമീറ്റർ ചതുരശ്ര വിസ്തീർണമാണ് സൗദി അറേബ്യയുടെ വിസ്തീർണം. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ 6 രാജ്യങ്ങളിൽ നിന്ന് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ് ഒന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ദിവസം മറ്റു വീഡിയോ കാണാം. അതുവരെയും ബൈ ബൈ.